ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയാണ് തത്സമയം. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 294 പേർ മരിച്ച സ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുകയാണ്. ഇതിൽ 2 പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാന അപകടമാണ് അഹമ്മദാബാദിൽ ഇന്നലെ സംഭവിച്ചത്. വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന മിനിറ്റുകൾക്ക് ശേഷമാണ് 15 കിലോമീറ്റർ അകലെ ജനവാസ മേഖലയിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. അപകടത്തിൽ വിമാനത്തിലുള്ളവരും അതോടൊപ്പം തന്നെ ഹോസ്റ്റലിലെ ഈ ഒരു MBBS വിദ്യാർത്ഥികൾ താമസിക്കുന്ന അവരുടെ ഭക്ഷണശാല അല്ലെങ്കിൽ മെസ്സായിട്ടുള്ള അവിടുത്തെ 10 മെഡിക്കൽ വിദ്യാർത്ഥികൾ അടക്കമാണ് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റതും അതുപോലെ തന്നെ മരണമടഞ്ഞതും. അപകടത്തിൽ ശേഷം ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഈ അപകടത്തിൽ മരണപ്പെട്ടവരുടെ DNA പരിശോധനകൾക്ക് ശേഷം മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികളായിരിക്കും തുടരുക. അപകടത്തിൽ മരിച്ച മലയാളിയായിട്ടുള്ള രഞ്ജിതയുടെ ബന്ധുക്കൾ അഹമ്മദാബാദിലെത്തിയതിനു ശേഷം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അപകടം നടന്ന മണിക്കൂറുകൾക്കിടയിലാണ് ഈ വിമാനത്തിന്റെ 2 ബ്ലാക്ക് ബോക്സുകളിൽ ഒന്ന് കണ്ടെത്തിയത്. വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സാണ് കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബ്ലാക്ക് ബോക്സിലെ റെക്കോർഡിങ്ങുകളും വിശകലനം ചെയ്യുന്നതിനായി ഉടനെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതർക്ക് കൈമാറും. അതേസമയം വിമാനത്തിന്റെ മുൻഭാഗത്തുള്ള 2ാമത്തെ ബ്ലാക്ക് ബോക്സ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ അപകടം നടന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥരുമായി അപകടത്തിന്റെ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ്. വിമാനക്കാരായ 241 പേരും അതുപോലെ തന്നെ പ്രദേശവാസികളും MBBS വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് ഈ അപകടത്തിൽ പരിക്കേറ്റതും മരണമടഞ്ഞതും. 60ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ ഒരു അപകടത്തിൽ. എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീം ലൈൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. അപകടം നടന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി ആദ്യം എത്തിയത്. അതിനുശേഷമാണ് അദ്ദേഹം ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിക്കാനായിട്ട് എത്തിയത്. പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ബന്ധുക്കളടക്കമുള്ളവരുമായിട്ട് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. അതിനുശേഷം ഈ ഒരു അപകടത്തിന്റെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത എന്നടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.